ഹലോ, എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുത്താലോന്ന്. റൂമിലായിരുന്നപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ, പുറത്ത് എവിടെയല്ല, നമ്മളെ റൂമിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയ. അപ്പോൾ വിചാരിച്ച് ഇന്നൊരു വീഡിയോ എടുത്തെങ്കിൽ എന്ത് ചെയ്യുന്നു. ആരും ചോദിച്ചിട്ടൊന്നുമില്ല വീഡിയോ ഇടാത്ത. 2-3 ആൾ ചോദിച്ചു, അല്ലാതെ വേറെ ആരും ചോദിച്ചിട്ടൊന്നുമില്ല വീഡിയോ ഇടാത്ത എന്തെന്ന്. പിന്നെ വിചാരിച്ച് വീഡിയോ ഇടാന്ന്. പെരുന്നാൾക്ക് ഇടണം വിചാരിച്ച് നടന്നില്ല. പിന്നെ ചെറിയ പെരുന്നാൾക്ക് ഇട്ടിട്ട, വലിയ പെരുന്നാൾക്ക് ഇട്ടിട്ട, ഒന്നും ഞാൻ ഇട്ടിട്ട. ഇപ്പം ഞാൻ ഇടുന്നത്. അപ്പോൾ അവളെ മുറ്റത്തൊരു 2 കുഴി കുറിച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് എനിക്കറിയാം. ഞാൻ സെർച്ചാണ്ട് ചോദിച്ചപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചോദിക്കാൻ നിൽക്കരുതെന്ന്. അങ്ങനെ ഞാൻ കുറേ സമയം പുറത്തു നിന്നിട്ട. നല്ല ചൂട്, നല്ല ചൂടല്ലേ, നല്ല ചൂട്. ജൂൺ തുടങ്ങി ജൂൺ പാതിയായില്ലേ? പാതിയല്ല, ഇന്നിപ്പോൾ 10-11 അങ്ങനെ എന്തോ. ഈ വീഡിയോ 2 ദിവസം മുമ്പുള്ളത്. അപ്പോൾ ചൂട് നല്ല പോലെ തുടങ്ങി. സ്കൂളടിച്ചിന്, എല്ലാവരും നാട്ടിൽ പോയി. അങ്ങനെ ഒറ്റയ്ക്കുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തിട്ട് ഇട്ടെങ്കിൽ എന്ത് ചെയ്യുന്നു. പക്ഷെ എഡിറ്റ് ചെയ്യാനാണ് എന്ത് അങ്ങനെ ഞാൻ വന്നിട്ട് എന്താക്കി, മീനുണ്ടായി, കൂന്തൽ മേയിട്ടുണ്ടായി. കൂന്തൽ എടുത്തിട്ട് വെള്ളത്തിലിട്ടച്ച്. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, ഇമാതിരി ഊള സാധനം ലൈഫിൽ കഴിച്ചിട്ടാ. എന്നാ ഞാൻ ഇങ്ങനത്തെ ഉണ്ടാക്കിയ എപ്പോൾ ഫ്ലോപ്പ് ആവും. ഇത് ബ്രെഡും പിന്നെ വിപ്പിംഗ് ക്രീമും പിന്നെന്ത് ബൂസ്റ്റൊക്കെ. ഇപ്പോൾ ഈ വീഡിയോ സെർച്ച് കാണുമ്പോഴാണ് സെർച്ചൊക്കെ മനസ്സിലായത് ഊളാണെന്ന്. സെർച്ച് കഴിക്കില്ല ഞാൻ, എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ മേങ്ങിയിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ കഴിച്ചിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പൊടിച്ചിട്ടേക്കാന്ന്. ഇത് രാവിലെ വീഡിയോ എടുക്കാൻ പോയിട്ടില്ലേ, കിച്ചണിൽ നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കും, റൂമിലേക്ക് വരും, ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ എന്ത് പരിപാടിക്കും പോയില്ല. ഒരു 10:30-11 മണി വരെ കിടന്ന് ഉറങ്ങുന്ന ഒരു 9:30-10 മണി ഉറങ്ങും. പിന്നെ എങ്ങനെ കിടക്കും. പിന്നെ കിടന്നിടത്ത് തന്നെ ഫോൺ നോക്കും. അങ്ങനെ ആയിട്ടൊരു 11-11:30 മണിയാവും. അല്ല എണീച്ച് വന്ന് പല്ലൊക്കെ തുടച്ച് ചോറൊക്കെ ഉണ്ടാക്കി. പിന്നെ ചോറ് വെക്കും, റൂമിൽ വരും. കറീൻ്റെ പാതി ഉണ്ടാക്കും, റൂമിൽ വരും. അങ്ങനെയാണ്. അങ്ങനത്തെ ചൂടുണ്ട് ഇപ്പം. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയെല്ലാം ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാം. സ്കൂളുണ്ടാകുമ്പോൾ എല്ലാം കൂടുതൽ ഉണ്ടാക്കി വെച്ചോണ്ടായി. അങ്ങനെ വിചാരിച്ച് ചൂട്ടിന് നടക്കെല്ലാം വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പുറത്ത് വന്നിട്ട് ഇരുന്നേ. അങ്ങനെയൊക്കെയാണ് സംഭവം. നാട്ടിൽ നല്ല മഴ അല്ലേ ആ സാധനം കേൾക്കുമ്പോൾ. ഇക്കൊല്ലം എന്തായാലും നാട്ടിലേക്കില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നോക്കണം, പറ്റിയാൽ പോകണം. ഉറപ്പിച്ചില്ല. അപ്പോൾ നമ്മളെ പാപ്പൂൻ്റെ മംഗലം ജൂൺ 12-ന്. പക്ഷെ പോകാൻ മാത്രം കഴിയുന്നില്ല. ഇതാണ് ഒരു വിഷമം. പാപ്പൂന് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ലല്ലേ. അങ്ങനെ ഞാൻ എന്താക്കി, കുന്തലിനെല്ലാം എടുത്തിട്ടൊന്ന് വെള്ളത്തിലെല്ലാം മുക്കി വെക്കാൻ വിചാരിച്ചു. ഞാൻ അതിൻ്റെ ഐസെല്ലാം പോയിട്ടുണ്ടാവും. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പൊടിച്ചിട്ടാകുമ്പോൾ പോയിട്ടുണ്ടായിട്ട. പിന്നെ അതിനെ മുറിച്ച് ഒരംഗം മുറിച്ചിട്ടാകുമ്പോഴത്തേന് അത്ര ചൂട്ടിലിങ്ങനെ ബൈട്ടായങ്ങ് ചൂടിനൊരു കുറവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് സ്റ്റൈലുണ്ട്, അങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇങ്ങനെയല്ല ഉണ്ടാക്കലേ. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതൊന്നും മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിയെല്ലാം കുഴച്ചിട്ട് കുറച്ച് നേരമല്ല, ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ടാവും. ചൂട്ടിൽ കഴിയാഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഇരുന്നിനവിടെ. പിന്നെ ഉച്ചയ്ക്ക് ഉപയോഗിച്ച പാത്രം വരെ അടന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. വെള്ളമെല്ലാം നല്ല എന്താ പറയുന്ന അങ്ങനെ തിളക്കുന്ന വെള്ളം. അത് കഴിഞ്ഞിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ തോനെ കടുകിടും. തോന മീൻസ് കൂടുതൽ കടുകിടും. മീൻ കറിക്കോ എന്ത് കറിക്കോ ഞാൻ കടുവാരി വലിച്ചിടും. കടും മഞ്ഞപ്പൊടി എനിക്കൊരു വീക്ക്നെസ്. പിന്നെ ഇത് ഞാൻ ഉലുവ എന്താ പറയുക, അങ്ങനെ ചെല്ലിയല്ല. അങ്ങനെ വീഡിയോ നോക്കിയിട്ട് കണ്ട പൊടിയെല്ലാം വാരി വലിച്ചിട്ടിടുന്നല്ലേന്ന്. കണ്ട പൊടിയൊന്നും ഇട്ടിട്ട ഉലുവായിട്ട്. ഇനിയിപ്പോൾ എന്നെ കണ്ടിട്ടാരും നെഗറ്റീവ് അടിക്കണ്ട. എൻ്റെ ഇപ്പം വയറെല്ലാം ചാടിയാണിട്ട് പ്രഗ്നൻ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് തിന്നിട്ടുണ്ടാക്കിയ വയറാണ് കഴിച്ചത്. ഞാൻ നന്നായി തടിച്ചു. ഇപ്പം എല്ലാവർക്കും ബോഡി ഷേമിങ് ഒക്കെ ഉണ്ടാവും. സെറിച്ചവാക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. അപ്പം വേറെ ആർക്കും കുഴപ്പമുണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. നല്ല തടി വെച്ചു. ഇപ്പോൾ 56 കിലോ ഉണ്ട്. ഞാൻ 48, 52 ആ ഒരു ഏജിലുണ്ടായി. ഇപ്പം 56 ഉണ്ട്. പക്ഷെ വേറാണ് എന്നെക്കാട്ടി മുമ്പ് പോകുന്നുള്ള. ഇപ്പോൾ ഒരാൾ ചോദിക്കലുണ്ട് ഫോട്ടോയിലെല്ലാം കണ്ട്, പ്രഗ്നൻ്റാ ആഗ്രഹമുണ്ട്. പക്ഷേ പഠിച്ചാൽ തരുന്നില്ല, എന്താക്കാൻ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് തിന്നുണ്ടാക്കിയ വയറാണ്.
മധുരം കഴിക്കലുണ്ടായിച്ചെങ്കിൽ ചായ ജ്യൂസൊന്നും കുടിക്കലില്ല. പിന്നെ എന്തുണ്ടാക്കി എപ്പെങ്കും ഇങ്ങനെ ചോക്ലേറ്റിൽ തിന്നലുണ്ട്. ഇത് കൂടുതൽ ഞാൻ മധുരം കഴിക്കലില്ല. പക്ഷെ വേറെ എന്തെന്നെ കാട്ടുമ്പോൾ പോകുന്നത് എനിക്കറിയില്ല. ഒരു പക്ഷെ എനിക്ക് ഇവിടെ വന്ന പിന്നെ പീരീഡ്സ് അങ്ങനെ കറക്റ്റാകുന്നില്ല. അപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ കറക്റ്റായിരുന്നില്ല. എന്തെന്ന് അറിയുന്നില്ല. മാസം മാസം വരുന്ന്, പക്ഷെ ബ്ലീഡിങ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടായിരിക്കും തോന്നുന്നു. പിന്നെ പെരുന്നാൾക്ക് 2 ദിവസം മുമ്പ് പനിയെല്ലാം വന്നിട്ട് കടുത്തത്തിലെല്ലാം ആയിട്ടുണ്ടായി. കിടപ്പിലായിരുന്നു. അപ്പോൾ കിടപ്പിലായിട്ട് 4 ദിവസം ഇരുന്ന് തിന്നതിൻ്റെ പെട്ടെന്ന് തടിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയായി. പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളം കുടിച്ചാൽ പോലും തടി വെക്കും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് അതിനെ എൻ്റെ വഴിക്ക് വിടാം, ഞാൻ എൻ്റെ വഴിക്ക് പോവാന്ന്. അപ്പോൾ കറിയെല്ലാം ഞാൻ അവിടെ സെറ്റാക്കി വെച്ച് പത്തലിന് കുഴച്ച് വെച്ച് സെരിച്ചാക്ക് നിർബന്ധം. എന്ത് കൂന്തലിൻ്റെ വറവുണ്ടെങ്കിൽ പത്തൽ വേണമെന്ന്. ഇതന്നെ പത്തൽ ചൂടാണെന്ന് പറഞ്ഞിട്ട് എന്നോട് കൂന്തൽ വാങ്ങിച്ചോണ്ടെന്ന്. ഞാൻ ആ തേങ്ങയുടെ കഷ്ണമില്ല, അത് വീഴരുത് വിചാരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടിട്ടത്. അതന്നെ വീണ് കഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഫ്രഷായി. കുളിക്കുന്നില്ലെങ്കിൽ ഡെയിലി ഒരു 3 വട്ടമെല്ലാം കുളിക്കുന്നു ഇപ്പം. ഷവറിനായിട്ട് പോയി ഇങ്ങനെ നിൽക്കാൻ വരിക, പിന്നെ നിൽക്കാൻ വരിക, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലുലു പോവാൻ വിചാരിച്ചു. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്നോട് 2-3 ആൾക്കാർ വെച്ച് ഡെയിലി അവിടെ പോയിരിക്കുന്ന നിന്റെ ഭർത്താവിന് കുറച്ച് റിലാക്സ് കൊടുത്തൂടെയെന്ന്. ഞാൻ ഇവിടെ റൂമിന് അടുത്ത് ആരുമില്ല, വേറെ ഫാമിലിയൊന്നുമില്ല. പിന്നെ ഉള്ളത് മുത്തു കുറച്ചപ്പുറത്ത്. എപ്പോഴും മുത്തുൻ്റെ അടുത്ത് പോകുമ്പോൾ മുത്തുൻ്റെ ഉറപ്പിലല്ലേ. പിന്നെ അവിടെ പോയിരിക്കും. പിന്നെ നെറ്റുണ്ട്, അവിടെ പോയിരുന്നിട്ട് ഫോൺ ചെയ്യും, നാട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യും, യൂട്യൂബ് നോക്കും. റൂമിൽ നെറ്റൊന്നുമില്ല. പിന്നെ റൂമിൽ എന്തെങ്കിലും ഡൗൺലോഡ് ആക്കിക്കൊണ്ട് വന്നത് നോക്കുന്നത്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. ഇതൊരു 7:30 ആ ടൈമിൽ. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒന്നും പോയിരുന്നില്ല. അങ്ങനെ ഇതെൻ്റെ ഒരു പട്ടി ഷോ. ഇതും എൻ്റെ മൂഡിലെല്ലാം അവളെല്ലാം ഇങ്ങനെ വേർത്ത് വന്നിന് തടി വെച്ചിട്ട്. കുറയ്ക്കണമെന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഞാൻ ഷോപ്പിൽ എത്തിയിട്ട് ശരിക്കും എത്തിയതല്ല, കുറച്ച് മുന്നേ എത്തിന് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ എത്തിയിട്ട് അമ്മ കാണാൻ എൻ്റെ ഫ്രണ്ട് വിൻസി ടീച്ചറുണ്ട് ഇവിടെ. വിൻസി ടീച്ചറിൻ്റെ പപ്പ മരിച്ചെന്നുള്ള മെസ്സേജ് ഞാൻ കണ്ട. ഉച്ചയ്ക്ക് ഇട്ടിന് ടീച്ചർ, പക്ഷെ എനിക്ക് നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി. മുത്തുവിൻ്റെ ഹസ്ബൻഡ് എന്നെ അവിടെ കൊണ്ട് വിട്ടിട്ട് പിന്നെ കുറച്ച് സമയം, ഒരു 10 മണിയോളം അവിടെ തന്നെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷോപ്പിലേക്ക് വരുന്നത്. ഷോപ്പിലേക്ക് വന്നിട്ട് പിന്നെ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ 11:30 അടുക്കുന്നല്ലേ, അങ്ങോട്ട് ഞാൻ 10:30 മണി ആ ടൈം അതിന് വരുമ്പോൾ. പിന്നെ സെരിച്ചാക്ക് ബനീനെന്തോ എടുക്കാണ്ടായി. അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി. ഒരു ഓഫറൊന്നും ഇല്ല, എനിക്ക് മൂടുണ്ടായിട്ടാ. എന്തെങ്കിലും കുറേ ദിവസം പപ്പ കഴിയാതെ വെന്റിലേറ്ററിൽ ഉണ്ടായ പെട്ടെന്ന് റൂമിലോട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ട് മരിച്ചെന്ന് പറയുമ്പോൾ എന്തോ ഒരു ബേജാറായി. നമ്മളെ ഫാമിലിയിൽ നിന്ന് ആരോ ഇതായ പോലെ ഒരു ഫീലായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമെല്ലാം ശരിച്ചമ്മയിൽ തന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ റൂമിലോട്ട് വന്നിട്ട് ഫുഡ് കഴിക്കണം. കൂന്തല്ല വറവും പത്തലും. ഈ പത്തൽ നാട്ടിലത്ര ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് കുറച്ച് ഉറപ്പ് കിട്ടിയിട്ടുണ്ടായി. ശരിച്ചൊക്കെ അങ്ങനത്തെ പത്തൽ ഇഷ്ടം, സോഫ്റ്റായ പൊടിൻ്റെ ഇഷ്ടമല്ല, നമ്മളെ നാട്ടിലത്തെ പത്തൽ ഇഷ്ടം. പക്ഷേ ഇവിടെ ഉണ്ടാക്കാനുള്ള വഴിയില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, കഴിക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു മൂവിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത്. ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 2 മണി 2:30 മണി വരെ മൂവി കാണും, പിന്നെ കിടന്നുറങ്ങും. ഗുഡ് നൈറ്റ്.